நம்ம ஜாஸ்மினுக்காக நாமினேஷனில் பவர் டீம் போட்டிருக்காங்க. இனிமேல் நடக்க போகிறது എന്നാണ് നിങ്ങളെ പാരുങ്ക. ജാസ്മിൻ വീണ്ടും നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്കെല്ലാവർക്കും അറിയാം, ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എടുത്തിടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ ആഴ്ച രക്ഷപ്പെട്ടു വന്നതിന് ശേഷം ഈ ആഴ്ച പവർ ടീമിൻ്റെ വകയാണ് നോമിനേഷനിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം കിച്ചൺ ടീമിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള സഹായവും അവിടുത്തെ ആളുകൾക്ക് ചെയ്തു കൊടുത്തിരുന്നില്ല. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ഹൻസിബയാണ് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്തിരുന്നത് കുക്കിങ്ങിൻ്റെ. ജാസ്മിനെ ക്യാപ്റ്റൻ അടക്കമുള്ള എല്ലാ ആളുകളും ചെന്ന് വിളിച്ചാലും 5 മിനിറ്റിനുള്ളിൽ വരാം, ഇതാ വരുന്നു എന്നുള്ള സില്ലി എക്സ്ക്യൂസസ് പറഞ്ഞ് ആ വർക്ക് കഴിയുന്നത് വരെ അവിടെ നിന്ന് മാറി നിൽക്കുകയും മുങ്ങി നടക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇതിന് കാരണമായിട്ട് തീർന്നത്, അല്ലെങ്കിൽ നോമിനേഷന് പവർ ടീം ഉന്നയിച്ച കാരണം. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോഴും എല്ലാ അംഗങ്ങളും ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞിരുന്നു ജാസ്മിൻ യാതൊരു രീതിയിലുള്ള പ്രവൃത്തിയും കിച്ചൺ ടീമിലായിരുന്നപ്പോൾ ചെയ്തിരുന്നില്ല. ജാസ്മിൻ മാത്രമല്ല, ജിൻഡോയും കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. ഹൻസിബയാണ് ഫുള്ളായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് ഹൻസിബയ്ക്ക് ഒരു ഗിഫ്റ്റ് ബിഗ് ബോസ് കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു പനിഷ്മെൻ്റായിട്ട് ജിൻഡോയെയും ജാസ്മിനെയും വീണ്ടും ഈ ആഴ്ചയും കിച്ചൺ ടീമിലേക്ക് ഇടുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് പവർ ടീം ഒരു ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ജാസ്മിനെ, അല്ലെങ്കിൽ ജാസ്മിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തത്. മറ്റൊരു അത്ഭുതം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് നോമിനേഷനിൽ അങ്ങനെയൊന്നും വരാത്ത ഗബ്രി നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ നോമിനേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത. ഗബ്രി വരാനുള്ള കാരണം, ഗബ്രിയെ പവർ ടീമിൽ നിന്നും, അല്ലെങ്കിൽ പവർ ടീമിൻ്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണ സംതൃപ്തി ഇല്ല എന്ന് ബിഗ് ബോസ് പറയുകയും 2 ആളുകളെ പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും വേണം, അതിന് പകരം വേറെ 2 ആളുകളെ ആഡ് ചെയ്യുകയും വേണം എന്നൊരു നിർദ്ദേശം ബിഗ് ബോസ് പറയുകയുണ്ടായി. ഇതിനെ തുടർന്ന് പവർ ടീമിലെ അംഗങ്ങൾക്ക് തന്നെ 2 പേരെ തീരുമാനിച്ച് അവരെ പുറത്താക്കാം എന്നുള്ള ഒരു പവർ കൂടി ബിഗ് ബോസ് നൽകി. ഇതിനെ തുടർന്ന് ഋഷിയും ഗബ്രിയും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഞങ്ങൾ പുറത്തു പോകാമെന്ന് സമ്മതിച്ചു, പുറത്തു വന്നു. ഇപ്പോൾ അവർ 2 പേരും നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ആഴ്ച എന്തെല്ലാം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം സർവൈവ് ചെയ്യുമെന്ന് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ കഴിയുള്ളൂ. കാരണം വോട്ടിൻ്റെ എന്തെല്ലാം മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും. എന്നിരുന്നാലും ജാസ്മിനും ഗബ്രിയും നോമിനേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത.